2018 ഫെബ്രുവരി 22 സാക്ഷര കേരളം ലോകത്തിനു മുന്നിൽ ലജ്ജിച്ച് തല കുനിച്ച ദിവസം. അട്ടപ്പാടിയിൽ അരിയും പലചരക്ക് സാധനങ്ങളും മോഷ്ടിച്ചെന്നാരോപിച്ച് ഒരു ആദിവാസി യുവാവിനെ ആൾക്കൂട്ടം അതിക്രൂരമായി തല്ലിക്കൊന്ന ദിവസം. ഇന്നും മലയാള മനസാക്ഷിക്ക് തീരാ നോവാണ് മധു. ആൾക്കൂട്ടം കൊലപ്പെടുത്തുമ്പോൾ മധുവിന് പ്രായം 27. അട്ടപ്പാടി ചിണ്ടക്കി ഉന്നതിയിലെ മല്ലന്റെയും മല്ലിയുടെയും മകൻ. കാട്ടിലും നാട്ടിലുമായി അലഞ്ഞു തിരിഞ്ഞ പ്രകൃതം. ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചെന്നാരോപിച്ചായിരുന്നു ആൾക്കൂട്ട മർദ്ദനം. പ്രതികളെ വേഗത്തിൽ പിടികൂടിയെങ്കിലും കേസിന്റെ മുന്നോട്ടു പോക്ക് പതുക്കെയായി. 4 വർഷത്തിലേറെയെടുത്തു വിചാരണ തുടങ്ങാൻ. പോലീസ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ വിചാരണ കോടതിയിൽ സ്ഥിരം ജഡ്ജി ഉണ്ടായിരുന്നില്ല. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന കാര്യത്തിൽ സർക്കാർ ആദ്യം അലംഭാവം കാണിച്ചു. പിന്നീട് 4 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ നിയമിക്കേണ്ടി വന്നു. കൂറുമാറ്റങ്ങളുണ്ടായി. സംഭവം നടന്ന 5 വർഷത്തിനു ശേഷം 2023 കേസിൽ കോടതി വിധി പറഞ്ഞു. 16 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണെന്ന് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി കണ്ടെത്തി. 13 പേർക്ക് 7 വർഷം കഠിന തടവ് ശിക്ഷ. 16-ാം പ്രതിക്ക് 3 മാസം തടവ്. 1-ാം പ്രതിയുടെ ശിക്ഷ പിന്നീട് ഹൈക്കോടതി മരവിപ്പിച്ചു. ആൾക്കൂട്ടം ഒത്തുചേർന്നൊരു മനുഷ്യനെ അടിച്ചു കൊന്ന ഭീകരത കേരളം ഇന്നും ഒരു മുറിപ്പാടായി കൊണ്ടു നടക്കുന്നു.